ഓക്കെ, നമുക്കിനി ഈ CPM സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ കൊല്ലത്ത്. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം വലിയ തരത്തിലുള്ള ആത്മവിമർശനം ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ വിമർശനത്തിൻ്റെയൊക്കെ ഫലം എന്താണെന്നുള്ള കാര്യം രണ്ടാമത്തേത്. പക്ഷേ എന്താണെങ്കിലും വിമർശനം ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ഭൂരിഭാഗം പേരുടെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ്. സർക്കാരിന്റെ മാത്രം പിടിവാശിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? ആശമാരുടെ സമരത്തെ നേതൃത്വം അവഗണിച്ചതായി തന്നെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഈ PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടി നൽകി, അതായത് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുന്നു, അതും ആശമാരുടെ സമരം നടക്കുമ്പോഴാണ് ഈ ക്രൂരത എന്നുമാണ് അവിടെ നിന്ന് ഉയരുന്ന വിമർശനം. ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വിമർശനത്തെക്കുറിച്ചാണ്. മനോജ് ചേരുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നതായി. മനോജ്, CPM-ൽ ഈ ചർച്ച നടക്കുമ്പോൾ, സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ, ഈ ചർച്ച നടക്കുമ്പോൾ മുന്നോട്ട് വെച്ച ഇതുവരെ നടന്ന സമ്മേളനങ്ങളിലെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ആശമാരുടെ സമരം സംബന്ധിച്ചാണ് ഏറ്റവും അധികം വിമർശനം CPM കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് CPM പ്രതിനിധികളുടെ തന്നെ വിമർശനം ഉണ്ടായിരിക്കുന്നു. മനോജ്, തീർച്ചയായും സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന് പിന്നാലെയുള്ള ഈ ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ നിരവധി വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നത്. അതിൽ പ്രധാനമായി ആശാവർക്കർമാരുടെ സമരം, അതിനെ നേതൃത്വം സമരം അവഗണിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. ഈ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഭൂരിഭാഗം പേരും ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത്. കാരണം ഇത്രയധികം ഈ വേതന വർധനവിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുന്നു, എന്നാൽ CPM നേതൃത്വം ചെയ്യുന്നത് അവരെ ആക്ഷേപിക്കുകയും അവഗണിക്കുകയുമാണ്. എളമരം കരീം ഉൾപ്പെടെ ആക്ഷേപങ്ങളും അവഹേളനങ്ങളുമായി ഒക്കെ മുന്നോട്ട് വന്നിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിനുശേഷം CITUവിനെ ഉപയോഗിച്ചുകൊണ്ട് സമരം നടത്തി. എന്നിരുന്നാലും പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന്, അതായത് ഓരോ ജില്ലയിൽ നിന്നും പ്രതിനിധികളെത്തി, അവരൊക്കെ തന്നെ ഇത്തരത്തിലൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു പിന്തുണയാണ് ആശാവർക്കർമാരുടെ സമരവുമായി മുന്നോട്ട് വെച്ചത്. അതിൽ നേതൃത്വം കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ അവഹേളനം അങ്ങനെ തുടരുമ്പോൾ തന്നെ ആശാവർക്കർമാരുടെ സമരം ഈ പൊരിവെയിലത്തും തുടരുമ്പോൾ തന്നെയാണ് PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുന്നത് എന്നുള്ള കാര്യം. അതായത് PSC അംഗങ്ങളുടെ ചെയർമാൻ്റെ ഉൾപ്പെടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. വലിയ തരത്തിലുള്ള വിമർശനമാണ് ഈ സർക്കാരിനെതിരെ ഉയർന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആശാവർക്കർമാരെ അവഗണിക്കുകയായിരുന്നു എന്നുള്ള കാര്യം. അതായത് ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോഴാണ് ഈ ക്രൂരത എന്നുള്ള ഒരു പ്രയോഗമാണ് അവിടെ ഉയർന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ രൂക്ഷമായാണ് വിമർശനം ഉയർത്തിയത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ആശാവർക്കർമാരുടെ സമരം അങ്ങനെ തുടരുകയാണ്. അതിൽ ഒരു തരത്തിലുള്ള ഈ ആശാവർക്കർമാർക്ക് ശമ്പളവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളുമായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ സർക്കാർ സഹകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യം, അത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ അവരുടെ സമരം അങ്ങനെ രൂക്ഷമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയധികം ഒരു പ്രധാന വിഷയം സംസ്ഥാനത്ത് നടക്കുമ്പോഴും PSC അംഗങ്ങൾക്ക് ഈ ശമ്പളം കൂട്ടി നൽകുന്ന ഒരു സമീപനം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ കടുത്ത വിമർശനം തന്നെയാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. അതിൽ നേതൃത്വത്തെയും വിമർശിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അവഹേളനങ്ങൾ ഈ ആശാവർക്കർമാർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ മറ്റ് അജണ്ടയാണ്, അല്ലെങ്കിൽ അവർക്ക് പിന്നിൽ മറ്റൊരു മാഫിയ സംഘമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘമാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള അവഹേളനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഈ അവഹേളനങ്ങളൊക്കെ നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ച അവഹേളനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അത് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയരുന്നത്. എന്തായാലും ഈ സമ്മേളനം അങ്ങനെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്നത് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ. അതിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം. അതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ പോലും ഇത്തരത്തിൽ ആശാവർക്കർമാർക്ക് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരെ കൂടുതൽ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നീങ്ങുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതേസമയം തന്നെ വനിതാ ദിനത്തിൻ്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K അനുശ്രീ ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു. അതായത് സ്ത്രീപക്ഷ നിലപാടുകളോട് പാർട്ടിക്ക് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ്. കാരണം അതിൽ സംശയമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നേതാവ് ഉൾപ്പെടെ, അതായത് SFI നേതാവായിരുന്നു K അനുശ്രീ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരെ CPM നേതൃത്വത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് പ്ലീനങ്ങൾ, അതായത് പാലക്കാട് കൊൽക്കത്ത പ്ലീനങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ
തെറ്റ് തിരുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിലൊരു തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നടപടിയും ഉണ്ടായില്ല. തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സഹകരണ മേഖലയിലടക്കം ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, ഈ കൊള്ളയ്ക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലും പാർട്ടിക്കായില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു. അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങളാണ് സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ MV ഗോവിന്ദനാണ് ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഏതായാലും ഇന്ന് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഈ പൊതുചർച്ച അവസാനിച്ചു എന്നുള്ളതാണ്. ഇന്ന് മറുപടി പ്രസംഗമാണ്. MV ഗോവിന്ദന്റെ മറുപടി പ്രസംഗം ഉണ്ടാകും. അതിനുശേഷം ഈ നയരേഖയിൽ ചർച്ചയുണ്ടാകും. എന്തായാലും ഇങ്ങനെ ചർച്ചയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതിനിധികൾ തന്നെ ഇത്തരത്തിലുള്ള സമരം, ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെ പിന്തുണച്ച് രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് പുറത്ത് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അവർ പാർട്ടിക്കകത്ത് കൃത്യമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്, കൃത്യമായ പിന്തുണ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അത് ഒന്നോ രണ്ടോ പ്രതിനിധികളല്ല എന്നുള്ളതും ഭൂരിഭാഗം പ്രതിനിധികളും ഈ ഒരു സമരത്തെ അനുകൂലിച്ച്, അല്ലെങ്കിൽ ആശാവർക്കർമാർക്ക് നീതി ലഭിക്കണം, അവർക്ക് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഭൂരിഭാഗം പ്രതിനിധികളും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വിമർശനമെല്ലാം ഏറ്റുവാങ്ങിയിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എടുക്കുന്ന തീരുമാനം അത് പലതരത്തിലും തെറ്റിപ്പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ട് പോലും അതിൽ സർക്കാർ അനങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ ശമ്പളം സ്വർണ്ണക്കരണ്ടിയിൽ കൊടുക്കുന്ന ഒരു സമീപനം, കാരണം പല മേഖലയിലും അറിയാം ഇന്ന് ശമ്പളം ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് മേഖലകളിൽ. അതോടൊപ്പം തന്നെ ഈ ആശാവർക്കർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അവധിയില്ലാതെ ജോലി ചെയ്തിട്ടും, അല്ലെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ നാട് നീളെ പോയിട്ടും ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ടും അവർ പിന്നീട് വന്ന് ആശുപത്രിയിൽ വൈകിട്ട് റിപ്പോർട്ടൊക്കെ കൊടുത്ത് അവർക്ക് അങ്ങനെ അവധിയില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും ഉറപ്പില്ലാത്ത ഒരു ജോലിയായിട്ട് പോലും അവർക്ക് ശമ്പളം എടുത്തു പറഞ്ഞതാണ് മനോജ്. ഈ കോവിഡ് കാലത്ത് പ്രവർത്തനത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന സർക്കാരായിരുന്നു പിണറായി സർക്കാർ, പിണറായി സർക്കാർ. നമുക്കറിയാം ആ സമയത്ത് അവരെ എന്തുകൊണ്ട് അതിന് പ്രാപ്തരാക്കി എന്നത് കൂടി ചിന്തിക്കുക. ഈ ആശാവർക്കർമാർ ആ സമയത്ത് നടത്തിയ സേവനങ്ങൾ മാത്രം മതി ഇവരോട് കാണിക്കുന്ന അവഗണന എത്രമാത്രം ക്രൂരതയാണ് എന്ന് തിരിച്ചറിയാൻ എന്തായാലും ആരോഗ്യ മന്ത്രിയും സർക്കാരും ഒക്കെ ഇതിൽ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ പോലും വിമർശനം. അപ്പോൾ BMS കൂടി ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ ആശ്വാസമാകും ആശാമാർക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാനൊക്കെയും കൂടുതൽ അവർക്ക് സാധിച്ചേക്കും എന്ന് കൂടി കരുതുകയാണ്.